375, 239, 194. ഇപ്പോഴിതാ കേരളത്തിൽ വെറും 175 കേസുകൾ മാത്രമാണ് നിലവിലുള്ളത്. 198 പേർ പുറത്തേക്ക് പോയിരിക്കുന്നു. ഏറെ എടുത്തു പറയേണ്ടത് കാസർഗോഡ്, കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കാസർഗോഡ്, ഓരോ ദിവസവും 10-ൽ കൂടുതൽ ആളുകളെ റിപ്പോർട്ട് ചെയ്ത കാസർഗോഡ് ഇതാ ഇന്നലെ വട്ടപൂജ്യമായിരുന്നു. വീണ്ടും ഇതാ വട്ടപൂജ്യം. കാസർഗോഡ് ഒരു രോഗിയെ പോലും ഇന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് കൊറോണ ഒരാൾക്ക് പോലും സ്ഥിരീകരിച്ചില്ല എന്ന് പറയുമ്പോൾ കേരളം അതിജീവിക്കുന്നു. ലോകം കേരളത്തെ ഉറ്റുനോക്കുന്നു. കേരളത്തെ പോലെ അതിജീവിക്കാൻ ഞങ്ങൾക്കാകുമോ എന്ന് ലോകം ചോദിക്കുന്നു. ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ എടുത്തു പറയുന്നു, ഇന്ന് കേരളത്തിൽ വെറും 3 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. പാലക്കാടും കണ്ണൂരുമായിട്ടാണ് ഈ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കാസർഗോഡ് 12ഓളം ആളുകൾ ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഇന്ന് 19 പേർ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ 198 പേർ അവരുടെ ജീവിതത്തിൽ സുഖമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത ആവേശമാണ്. ഈ സർക്കാർ, ആരോഗ്യ വകുപ്പ്, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാർ എല്ലാവരും ഒത്തുകൂടി നമ്മുടെ കൊച്ചു കേരളത്തെ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അതിനൊരു ചങ്ങലയായി മാറുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം അതിജീവിക്കുന്നു. ഇത് പറയുമ്പോൾ വല്ലാത്തൊരാവേശമാണ്. കാരണം ഇന്നും കാസർഗോഡ് വട്ടപൂജ്യമായി നിൽക്കുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. COVID-19 സ്ഥിരീകരണം കേരളത്തിൽ കേൾക്കുന്നത് തന്നെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു വലിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം മറ്റുള്ള ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കാസർഗോഡ് കൂട്ടമായി കൊറോണ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ദിവസങ്ങളായി കാസർഗോഡ് നിന്നും വരുന്ന റിപ്പോർട്ടുകൾ വല്ലാത്തൊരു ആവേശമുണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആവേശം അത് നല്ലതിനാവട്ടെ. എന്തായാലും ഇതുപോലെ തന്നെ ഇനിയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കേരളം തിളങ്ങി നിൽക്കുമ്പോൾ മലയാളികൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, ഞങ്ങൾ കേരളീയരാണ് എന്ന് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ ലോകം പറയുന്നു മലയാളികളാണ് താരമെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.